നമസ്കാരം. ഷെക്കീന അമേരിക്കാസ് വീക്ക്ലി ന്യൂസ് റൗണ്ടപ്പിലേക്ക് സ്വാഗതം. ഞാൻ ജോളി ജോസ്. ഏവർക്കും ഇൻഡിപെൻഡൻസ് ഡേ ആശംസകൾ. ഈ ആഴ്ചയിലെ പ്രധാന വാർത്തകളിലേക്ക്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് കൊണ്ടുവന്ന ബിഗ് ബ്യൂട്ടിഫുൾ ബിൽ US കോൺഗ്രസ് പാസാക്കി. 214-നെതിരെ 218 വോട്ടിനാണ് ജനപ്രതിനിധി സഭ ബിൽ പാസാക്കിയത്. നേരത്തെ വൈസ് പ്രസിഡന്റ് JD വാൻസിന്റെ ടൈബ്രേക്ക് വോട്ടിൽ അമേരിക്കൻ സെനറ്റിൽ ബിഗ് ബ്യൂട്ടിഫുൾ ബിൽ പാസ്സായിരുന്നു. റിപ്പബ്ലിക്കൻ നേതൃത്വത്തിലുള്ള ജനപ്രതിനിധി സഭയിൽ നേരിയ വ്യത്യാസത്തിലാണ് ബിൽ പാസ്സായത്. ഇതിനിടെ 2 റിപ്പബ്ലിക്കൻ പ്രതിനിധികൾ ബില്ലിനെതിരെ ജനപ്രതിനിധി സഭയിൽ ഡെമോക്രാറ്റുകളുമൊപ്പം വോട്ട് ചെയ്തു. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് കൊണ്ടുവന്ന ബിഗ് ബ്യൂട്ടിഫുൾ ബിൽ US കോൺഗ്രസ് പാസാക്കി. സൈന്യത്തിനും അതിർത്തി സുരക്ഷയ്ക്കും കൂടുതൽ തുക അനുവദിക്കുന്ന ബില്ല് കൂട്ട നാടുകടത്തൽ പദ്ധതിയും വ്യവസ്ഥ ചെയ്യുന്നുണ്ട്. മെഡിക്കെയ്ഡ് ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയിൽ $1.2 ട്രില്യൺ വരെ വെട്ടിക്കുറയ്ക്കാൻ ബില്ല് നിർദ്ദേശിക്കുന്നുണ്ട്. സാമൂഹിക ക്ഷേമ പദ്ധതികൾ വെട്ടിക്കുറയ്ക്കാനും ദേശീയ കടത്തിൽ $3 ട്രില്യൺ കൂട്ടിച്ചേർക്കാനും ഉദ്ദേശിച്ചുള്ള ബില്ലാണ് അമേരിക്കൻ കോൺഗ്രസും അംഗീകരിച്ചിരിക്കുന്നത്. ഡെമോക്രാറ്റിക് അംഗങ്ങളിൽ നിന്നും ശക്തമായ എതിർപ്പുണ്ടായിട്ടും നേരിയ ഭൂരിപക്ഷത്തിൽ ബില്ല് സെനറ്റിലും ജനപ്രതിനിധി സഭയിലും പാസാക്കാൻ ട്രംപിന് സാധിച്ചത് നേട്ടമായാണ് വിലയിരുത്തപ്പെടുന്നത്. നേരത്തെ ഡോജ് മേധാവിയായിരുന്ന മസ്കും ട്രംപും തമ്മിൽ അകലുന്നതിനും വാക്കുതർക്കങ്ങളിൽ ഏർപ്പെടുന്നതിനും കാരണമായത് ബിഗ് ബ്യൂട്ടിഫുൾ ബില്ലായിരുന്നു. 214-നെതിരെ 218 വോട്ടിനാണ് ജനപ്രതിനിധി സഭ ബിൽ പാസാക്കിയത്. കെൻഡക്കിയിൽ നിന്നുള്ള റിപ്പബ്ലിക്കൻ പ്രതിനിധികൾ തോമസ് മാസിയും പെൻസിൽവാനിയയിൽ നിന്നുള്ള ബ്രയാൻ ഫിറ്റ്സ്പാട്രിക്കുമായിരുന്നു ട്രംപിന്റെ ബിഗ് ബ്യൂട്ടിഫുൾ ബില്ലിനെതിരെ വോട്ട് ചെയ്തത്. ഇരുസഭകളും പാസാക്കിയ ബില്ല് പ്രസിഡന്റ് ഒപ്പിടുന്നതോടെ നിയമമാകും. ഡൊണാൾഡ് ട്രംപ് ഇന്ന് ഒപ്പിടുമെന്നാണ് വൈറ്റ് ഹൗസ് വൃത്തങ്ങൾ പ്രതികരിച്ചിരിക്കുന്നത്. ചരിത്രപരമായ നേട്ടമെന്നായിരുന്നു ബില്ല് US കോൺഗ്രസിൽ പാസ്സായതിനു പിന്നാലെ ഡൊണാൾഡ് ട്രംപ് പ്രതികരിച്ചത്. ഇതുവരെ അമേരിക്കൻ പ്രസിഡന്റുമാർ ഒപ്പിട്ടതിൽ വെച്ചുള്ള ഏറ്റവും വലിയ ബില്ലെന്നായിരുന്നു ട്രംപ് കൂട്ടിച്ചേർത്തത്. ഇത് രാജ്യത്തിന് കുതിപ്പേകുമെന്നും ട്രംപ് വ്യക്തമാക്കി. ബിഗ് ബ്യൂട്ടിഫുൾ ബില്ല് വെള്ളിയാഴ്ച വൈകുന്നേരം 5 മണിക്ക് ഒപ്പുവെക്കുമെന്നാണ് വൈറ്റ് ഹൗസ് പ്രസ് സെക്രട്ടറി കരോലിൻ ലിവിറ്റ് അറിയിച്ചിരിക്കുന്നത്. അമേരിക്കൻ വൈസ് പ്രസിഡന്റ് JD വാൻസും ബിൽ പാസ്സായതിൽ സന്തോഷമറിയിച്ച് രംഗത്തെത്തിയിട്ടുണ്ട്. ഇന്റർനാഷണൽ ഡെസ്ക്, ഷെക്കീന ന്യൂസ്. ശരിയായ വിവേചനത്തിനുള്ള വരം ലഭിക്കാനായി പ്രാർത്ഥിക്കാമെന്ന് ലിയോ 14 പാപ്പായുടെ ജൂലൈ മാസത്തിലെ പ്രാർത്ഥനാ നിയോഗത്തിലായിരുന്നു ആഹ്വാനം. ക്രിസ്തുവിൽ നിന്നും സുവിശേഷത്തിൽ നിന്നും നമ്മെ അകറ്റുന്നവയെ ഉപേക്ഷിക്കുവാൻ അറിവ് ലഭിക്കുന്നതിനു വേണ്ടി പ്രാർത്ഥിക്കാമെന്നും ജൂലൈ 3 പുറത്തിറങ്ങിയ പ്രാർത്ഥനാ നിയോഗത്തിൽ പാപ്പ പറഞ്ഞു. Let us pray that we might again learn how to discern, to know how to choose paths of life and reject everything that leads us away from Christ and the gospel. ജൂലൈ മാസത്തേക്കുള്ള പാപ്പയുടെ പ്രാർത്ഥനാ നിയോഗങ്ങൾ അടങ്ങിയ വീഡിയോ പാപ്പയുടെ ആഗോള പ്രാർത്ഥനാ ശൃംഖല പുറത്തുവിട്ടു. ശരിയായ തിരഞ്ഞെടുപ്പുകൾ നടത്താനുള്ള കഴിവ് നേടാനും ജീവിതത്തിൽ ശരിയായ മാർഗം തിരഞ്ഞെടുക്കുവാനും ക്രിസ്തുവിൽ നിന്ന് സുവിശേഷത്തിൽ നിന്ന് നമ്മെ അകറ്റുന്നവയെ ഉപേക്ഷിക്കാനും നമുക്ക് അറിവ് ലഭിക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കാമെന്ന സന്ദേശം ഉൾക്കൊള്ളുന്ന പാപ്പയുടെ പ്രാർത്ഥനാ നിയോഗം ജൂലൈ 3 വ്യാഴാഴ്ചയാണ് പരസ്യപ്പെടുത്തപ്പെട്ടത്. പോപ്പിന്റെ വേൾഡ് വൈഡ് പ്രാർത്ഥനാ ശൃംഖല നിർമ്മിച്ച വീഡിയോയിൽ നമ്മുടെ വിവേചന പ്രക്രിയയിൽ നമ്മെ നയിക്കാൻ പരിശുദ്ധ പിതാവ് ഒരു പ്രാർത്ഥന നടത്തുന്നു. ഞങ്ങളുടെ ബുദ്ധിയുടെ വെളിച്ചമായ പരിശുദ്ധാത്മാവെ എന്നാരംഭിക്കുന്ന പ്രാർത്ഥന ഇപ്രകാരമാണ്: പരിശുദ്ധാത്മാവ് നമ്മെ തീരുമാനങ്ങൾ അറിയിക്കട്ടെ എന്നും ദൈവത്തിന്റെ സൗമ്യമായ ശബ്ദം ശ്രദ്ധയോടെ കേൾക്കാൻ നാം പഠിക്കട്ടെ എന്നും പാപ്പ പ്രാർത്ഥിക്കുന്നു. ശ്രവിക്കുന്നതിലൂടെ ഹൃദയത്തിൽ മറഞ്ഞിരിക്കുന്ന വഴികൾ വിവേചിക്കാനും ദൈവത്തിന് യഥാർത്ഥത്തിൽ എന്താണ് പ്രധാനമെന്ന് മനസ്സിലാക്കാനും നാം പഠിക്കുന്നു. സംശയത്തിന്റെയും ക്ഷീണത്തിന്റെയും നിമിഷങ്ങൾക്കിടയിലും നിരന്തരം പുതുതായി ആരംഭിക്കുവാൻ ശ്രമിക്കുക. നമ്മുടെ തിരഞ്ഞെടുപ്പുകൾ നമ്മെ സുവിശേഷത്തിന്റെ സന്തോഷത്തിലേക്ക് നയിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാൻ പാപ്പ കാഴ്ചക്കാരെ പ്രേരിപ്പിക്കുന്നു. നമ്മെ പ്രേരിപ്പിക്കുന്നത് എന്താണെന്ന് നന്നായി മനസ്സിലാക്കാൻ ദൈവത്തോട് സഹായം ചോദിക്കുക. പാപ്പ തന്റെ പ്രാർത്ഥന അവസാനിപ്പിക്കുന്നതിന് മുൻപായി പറഞ്ഞു: നമ്മെ പ്രേരിപ്പിക്കുന്നത് എന്താണെന്ന് നന്നായി മനസ്സിലാക്കാൻ ദൈവത്തോട് സഹായം ചോദിക്കുക. അങ്ങ് ക്രിസ്തുവിൽ നിന്ന് നമ്മെ അകറ്റുന്നത് നിരസിക്കാനും അവരെ സ്നേഹിക്കാനും കൂടുതൽ പൂർണ്ണമായി സേവിക്കാനും നമുക്ക് കഴിയും. Holy Spirit, you light of our understanding, gentle breath that guides our decisions, grant me the grace to listen attentively to your voice and to discern the hidden paths of my heart. I ask you for the grace to learn how to pause, to become aware of the way I act. International Desk, Shekina News.
ഇസ്രായേലിന്റെ പ്രതിരോധ ശേഷി ശക്തിപ്പെടുത്താൻ അമേരിക്കൻ സഹായം. ഇസ്രായേലിന് $510 ദശലക്ഷം വിലമതിക്കുന്ന ആയുധ സഹായം നൽകാൻ ട്രംപ് ഭരണകൂടം അനുമതി നൽകി. ബോംബ് ഗൈഡൻസ് കിറ്റുകളും സപ്പോർട്ടിംഗ് സിസ്റ്റം ഉൾപ്പെടെയുള്ള സംവിധാനങ്ങളും അമേരിക്കൻ സഹായത്തിൽ ഉൾപ്പെടും. ഇസ്രയേലിന്റെ പ്രതിരോധശേഷി ശക്തിപ്പെടുത്താൻ അമേരിക്കൻ സഹായം. ഇസ്രയേലിന് $510 ദശലക്ഷം വിലമതിക്കുന്ന ആയുധ സഹായം നൽകാൻ ട്രംപ് ഭരണകൂടം അനുമതി നൽകി. അമേരിക്കൻ സ്റ്റേറ്റ്സ് ഡിപ്പാർട്ട്മെന്റാണ് ഈ കരാർ അംഗീകരിച്ചിരിക്കുന്നത്. ഇപ്പോൾ അമേരിക്കൻ കോൺഗ്രസിന്റെ പരിഗണനയിലാണ് ഇതുള്ളത്. ഈ കരാർ അമേരിക്കയുടെ ഇസ്രായേലിനുള്ള പ്രതിബദ്ധതയും സഹകരണവും മിഡിൽ ഈസ്റ്റിലെ സുസ്ഥിരതയ്ക്കായുള്ള പിന്തുണയും അടിവരയിടുന്നു. ഇറാനുമായി നടന്ന യുദ്ധം ഇസ്രായേലിന്റെ ആയുധ സംഭരണങ്ങളെ ഒരുപക്ഷെ ബാധിച്ചേക്കാം. ഈ സാഹചര്യത്തിൽ അമേരിക്കയുടെ ഈ പുതിയ സഹായം ഇസ്രായേൽ പ്രതിരോധ സേനയ്ക്ക് തങ്ങളുടെ പൗരന്മാരെയും അതിരുകളെയും പ്രധാന അടിസ്ഥാന സൗകര്യങ്ങളെയും സംരക്ഷിക്കാൻ നിർണായക ശക്തിയാകുമെന്ന് വിലയിരുത്തപ്പെടുന്നു. $510 ദശലക്ഷം വിലമതിക്കുന്ന സൈനിക സഹായമാണ് അമേരിക്ക ഇസ്രായേലിന് നൽകുന്നത്. കരാറിന്റെ ഭാഗമായി പ്രൊസിഷൻ ബോംബ് ഗൈഡൻസ് കിറ്റ് എന്ന JDAM കിറ്റുകളും ഉൾപ്പെടുന്നു. ഇത് യുദ്ധത്തിൽ ഉയർന്ന കൃത്യതയോടെ ആക്രമണം നടത്താൻ സഹായിക്കുന്നവയാണ്. കൂടാതെ യുദ്ധവിമാനങ്ങൾക്കും റഡാർ സംവിധാനങ്ങൾക്കും വേണ്ടിയുള്ള സാങ്കേതിക വിദ്യകളും കൈമാറും. അമേരിക്കൻ സഹായം കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി ഹമാസ്, ഹിസ്ബുള്ള, ഹൂത്തികൾ, ഇറാൻ എന്നിവരോട് ഒരേ സമയം പോരാടുന്ന ഇസ്രായേലിന് താങ്ങാകുമെന്ന് നിസ്സംശയം പറയാം. അമേരിക്കൻ കോൺഗ്രസിന്റെ മേശപ്പുറത്തുള്ള ഈ ബില്ലിൽ ചില അംഗങ്ങൾ എതിർപ്പ് രേഖപ്പെടുത്തിയതായിട്ടാണ് വിവരം. ഈ വരുന്ന ആഴ്ച നടക്കുന്ന ഇസ്രായേൽ പ്രധാനമന്ത്രി അമേരിക്കൻ പ്രസിഡന്റ് കൂടിക്കാഴ്ചയിൽ കൂടുതൽ സൈനിക സഹകരണങ്ങൾ ഇരു രാജ്യങ്ങളും തമ്മിൽ ഉണ്ടാകുവാനുള്ള സാധ്യതകൾ ഏറെയാണ് വിലയിരുത്തപ്പെടുന്നത്. ഇന്റർനാഷണൽ ഡെസ്ക്, ഷെക്കേന ന്യൂസ്. അമേരിക്കൻ ആക്രമണം ഇറാന്റെ ആണവ കേന്ദ്രങ്ങളിൽ വലിയ നാശം ഉണ്ടാക്കിയതായി പെന്റഗൺ. ഇറാന്റെ ആണവ പദ്ധതികളെ 2 വർഷത്തേക്കെങ്കിലും താമസിപ്പിക്കുവാൻ അത് കാരണമായതായും പെന്റഗൺ വക്താവ് വ്യക്തമാക്കി. കഴിഞ്ഞ മാസം ഇറാന്റെ ആണവ കേന്ദ്രങ്ങളിലേക്ക് അമേരിക്ക നടത്തിയ ആക്രമണത്തിൽ ഇറാന്റെ പ്രധാനപ്പെട്ട 3 ആണവ കേന്ദ്രങ്ങളായ ഫോർഡോ, നഥാൻസ്, ഇസ്ഫഹാൻ എന്നിവിടങ്ങളിൽ കനത്ത നാശം വിതച്ചതായും പ്രവർത്തിപ്പിക്കാൻ കഴിയാത്ത രീതിയിൽ തകർത്ത് കളഞ്ഞതായും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നേരത്തെ വ്യക്തമാക്കിയിരുന്നു. ഇനിയും ഇറാൻ ആണവ പദ്ധതികൾ തുടർന്നാൽ ആക്രമിക്കാൻ മടിക്കില്ലെന്നും ട്രംപ് വ്യക്തമാക്കിയിരുന്നു. നിലവിൽ ഇറാൻ ആണവ ചർച്ചകളിലേക്ക് മടങ്ങി വരണമെന്ന ചർച്ചകൾ സജീവമാകുന്നതിനിടെയാണ് ഇപ്പോൾ അമേരിക്ക ഇറാനുമേൽ നടത്തിയ ആക്രമണത്തിൽ ഇറാന്റെ ആണവ പദ്ധതികളെ 2 വർഷം പിന്നോട്ടടിച്ചതായി വ്യക്തമാക്കിക്കൊണ്ട് പെന്റഗൺ രംഗത്ത് വന്നത്. അമേരിക്കൻ രഹസ്യാന്വേഷണ റിപ്പോർട്ടുകളാണ് ഇത് വ്യക്തമാക്കുന്നത്. ഇറാന്റെ ആണവ പദ്ധതികളെ 1-2 വർഷത്തേക്ക് പിന്നോട്ടടിച്ചതായാണ് തങ്ങളുടെ ഇന്റലിജൻസ് അസസ്മെന്റുകൾ വ്യക്തമാക്കുന്നത് എന്ന് പെന്റഗൺ വക്താവ് ഷോൺ പാർണൽ പറഞ്ഞു. Our assessment of the battle damage around Fordo, Nantes, and Isfahan remains unchanged. I mean, we believe, and certainly all of the intelligence that we've seen have led us to believe that those facilities especially have been completely obliterated. And the interesting kind of side point about this, Tara, is that all of the conversations that we've had since Operation Midnight Hammer with our allies all around the world, but certainly also in the region, they say a couple of things. They share our sentiments about the degradation of Iran's nuclear program and the fact that we have degraded their program by 1 to 2 years. At least intel assessments inside the department assess that, and I think their intelligence shares that conclusion. കഴിഞ്ഞ മാസം ലോകത്തിലെ ഏറ്റവും ശക്തമായ B-2 ബോംബർ വിമാനങ്ങൾ ഉപയോഗിച്ച് GBU-57 ബങ്കർ ബസ്റ്റർ ബോംബറുകൾ അമേരിക്ക ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾക്ക് മുകളിൽ വർഷിക്കുകയും ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾ തകർക്കുകയും ചെയ്തിരുന്നു. എന്നാൽ ഇറാൻ ആദ്യം ഇത് നിഷേധിക്കുകയും പിന്നീട് വെടിനിർത്തൽ വന്നതിന് ശേഷം ആണവ കേന്ദ്രങ്ങൾ തകർക്കപ്പെട്ടതായി സമ്മതിക്കുകയും ചെയ്തിരുന്നു. അതിനാണ് ഇപ്പോൾ അമേരിക്കൻ രഹസ്യാന്വേഷണ വിഭാഗം സ്ഥിരീകരണം നൽകിയിരിക്കുന്നത്. ഇന്റർനാഷണൽ ഡെസ്ക്, ഷെക്കേന ന്യൂസ്. ചങ്ങനാശ്ശേരി അതിരൂപത മെത്രാപ്പൊലീത്ത മാർ തോമസ് തറയിൽ ലിയോ 14 പാപ്പായ്ക്ക് സമ്മാനിച്ച ഒരു ശില്പം ഏവരുടെയും ശ്രദ്ധ നേടിയിരുന്നു. ശില്പം നിർമ്മിച്ചത് പാലാ സ്വദേശി വെള്ളാരത്തുങ്കൽ തോമസ് ആണ്. വെള്ളാരത്തുങ്കൽ ഭവനത്തിലെത്തിയ ഷെക്കീന ന്യൂസ് അത്ഭുതപ്പെടുത്തുന്ന കാഴ്ചയാണ് അവിടെ കണ്ടത്. ചങ്ങനാശ്ശേരി അതിരൂപത മെത്രാപ്പൊലീത്ത മാർ തോമസ് തറയിൽ പിതാവ് ലയോ 14 പാപ്പയെ സന്ദർശിച്ച് കൈമാറിയ ഉപഹാരങ്ങളിൽ ഒരു ശില്പം വാർത്താശ്രദ്ധ നേടുകയുണ്ടായി. അത് നിർമ്മിച്ചത് പാലാ സ്വദേശി വെള്ളാരത്തുങ്കൽ തോമസ് ചേട്ടനാണെന്ന് പിതാവ് പറഞ്ഞപ്പോൾ തോമസ് ചേട്ടനെ അന്വേഷിച്ച് വെള്ളാരത്തുങ്കൽ ഭവനത്തിലെത്തിയ ഷെക്കേന ന്യൂസിന് അത്ഭുതപ്പെടുത്തുന്ന കാഴ്ചയാണ് അവിടെ കാണാൻ സാധിച്ചത്. നമ്മളിതാ ഇന്ന് തോമസ് ചേട്ടൻ്റെ വീട്ടിലെത്തിയിരിക്കുകയാണ്. നമ്മൾ ഉദ്ദേശിച്ച പോലെ തോമസ് ചേട്ടൻ ഒരു നിസ്സാര സംഭവമല്ല. ശില്പങ്ങളുടെ വലിയൊരു കലവറ തന്നെയാണ് തോമസ് ചേട്ടൻ്റെ വീട്ടിലുള്ളത്. നമ്മളെ പലപ്പോഴും അതിശയിപ്പിക്കുന്ന
വ്യത്യസ്ത രീതിയിലുള്ള ശില്പങ്ങൾ. നമുക്ക് ആ വലിയ ഒരു കാഴ്ചയിലേക്ക് നമുക്ക് തോമസ് ചേട്ടൻ്റെ വീട്ടിലേക്ക് പ്രവേശിക്കാം. തോമസ് ചേട്ടാ, ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ശില്പകലയിൽ പരിശീലനം എങ്ങും ലഭിച്ചിട്ടില്ലാത്ത തോമസ് ചേട്ടൻ സ്കൂൾ ജീവിതം മുതൽ തടിയിൽ കൊത്തുപണികൾ ചെയ്തു തുടങ്ങി. വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയ്ക്ക് നൽകുവാനായി ഉണ്ടാക്കിയ 263 മാർപ്പാപ്പമാരുടെ മുഖചിത്രം കൊത്തിയെടുത്ത അംശവടിയിലൂടെയാണ് തോമസ് ചേട്ടൻ ശ്രദ്ധിക്കപ്പെടുന്നത്. അതിനു മുൻപ് അനേകം രാഷ്ട്രീയ സാംസ്കാരിക നായകന്മാർക്ക് ശില്പങ്ങൾ സമ്മാനിക്കുകയും അവരെ അത്ഭുതപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. ആദ്യ അമേരിക്കൻ പ്രസിഡന്റ് ജോർജ് വാഷിംഗ്ടൺ മുതൽ ഡൊണാൾഡ് ട്രംപ് വരെയുള്ളവരുടെ മുഖങ്ങൾ ലിബർട്ടി ഓഫ് സ്റ്റാച്യുവിന്റെ കീഴിൽ കൊത്തിയെടുത്ത ശില്പം, മുഖ്യമന്ത്രിമാരായ EMS നമ്പൂതിരിപ്പാട് മുതൽ പിണറായി വിജയന്റെ മുഖങ്ങൾ കേരളത്തിന്റെ മാതൃകയിൽ നിർമ്മിച്ച ശില്പം തുടങ്ങിയവ പ്രത്യേക ശ്രദ്ധ നേടിയവയാണ്. കേരള സാഹിത്യ പ്രതിഭകളായ എഴുത്തച്ഛൻ മുതൽ 82ഓളം പേരടങ്ങുന്ന ശില്പവും ഇവിടെയുണ്ട്. ഭാരതത്തിലെ പ്രസിഡന്റുമാർ, ഗാന്ധിജിയുടെ കുട്ടിക്കാലം മുതൽ അവസാന കാലഘട്ടം വരെ ഓർമ്മപ്പെടുത്തുന്ന ദൃശ്യങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന ശില്പങ്ങളും ഇവിടെയുണ്ട്. നമ്മെ അത്ഭുതപ്പെടുത്തുകയും വിശ്വാസത്തിൽ ഉയർത്തുവാൻ സഹായിക്കുകയും ചെയ്യുന്ന അപ്പസ്തോലന്മാരെ സൂചിപ്പിക്കുന്ന 12 മണികളുള്ള തടിയിൽ തീർത്ത മാർത്തോമ കുരിശ്, സ്വർഗത്തിന്റെ താക്കോലിനെ അനുസ്മരിപ്പിക്കുന്ന 267 മാർപ്പാപ്പമാരുടെ വലിയ താക്കോൽ, നോഹയുടെ പെട്ടകം, അറേബ്യൻ ശൈലിയിലുള്ള തിരുവത്താഴം, ഭാരതത്തിലെ വിശുദ്ധരടങ്ങിയ ശില്പം, വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ പാപ്പയെ കൊലപ്പെടുത്താൻ ശ്രമിച്ച തുർക്കിക്കാരൻ അലിയെ ജയിലിൽ പോയി സന്ദർശിക്കുന്ന രംഗങ്ങൾ ചേർത്ത് മാർപ്പാപ്പയുടെ കുട്ടിക്കാലം മുതൽ വാർദ്ധക്യം വരെയുള്ള മാറുന്ന മുഖങ്ങളുള്ള ശില്പം, വിശുദ്ധ പത്രോസ് മുതൽ ഫ്രാൻസിസ് പാപ്പ വരെയുള്ളവരുടെ ചിത്രങ്ങൾ കൊത്തിയെടുത്ത തടിപ്പലകയിൽ തീർത്ത വളരെ വ്യത്യസ്തമായ ആൽബം എന്നിവ തോമസ് ചേട്ടൻ വളരെ സ്നേഹപൂർവ്വം സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. ഇതിന് ലിങ്ക് ഓഫ് ബുക്ക് അവാർഡും ലഭിച്ചിട്ടുണ്ട്. ജപമാല രഹസ്യങ്ങൾ ഉൾക്കൊള്ളിച്ച 18 അടി നീളമുള്ള തടിയിൽ തീർത്ത വലിയൊരു ജപമാലയും തോമസ് ചേട്ടന്റെ കൈവശമുണ്ട്. ഈ രീതിയിൽ തീർത്ത ഇങ്ങനെയൊരു ജപമാല ലോകത്ത് എവിടെയും ഇതുവരെയും ഉണ്ടായിട്ടില്ല എന്ന് തോമസ് ചേട്ടൻ അവകാശപ്പെടുന്നു. തടിയിൽ നിർമ്മിച്ച ക്രിസ്തുവിന്റെയും വിശുദ്ധരുടെയും വ്യത്യസ്ത മുഖങ്ങൾ വീടിന് പ്രത്യേക സൗന്ദര്യവും ആത്മീയ അനുഭവവും നൽകുന്നു. കച്ചവട താല്പര്യമില്ലാത്ത തോമസ് ചേട്ടൻ സുഹൃത്തുക്കളുടെ താല്പര്യപ്രകാരം ഏതാനും സ്കൂളുകളിൽ എക്സിബിഷന് പോയിട്ടുണ്ട്. തോമസ് ചേട്ടന്റെ ഭവനത്തിൽ പ്രവേശിക്കുമ്പോൾ ആദ്യമേ ജപമാല രഹസ്യങ്ങൾ അടങ്ങിയ വലിയ ശില്പത്തിലേക്ക് നമ്മുടെ കണ്ണുകൾ പാഞ്ഞെത്തും. മനസ്സിലൊരു ചിത്രം തെളിഞ്ഞാൽ ആ സമയം മുതൽ ചിത്രത്തിന് രൂപം കൊടുക്കുവാൻ മാസങ്ങൾ വേണ്ടിവരുമെന്ന് അദ്ദേഹം പറയുന്നു. താൻ നിർമ്മിച്ച ശില്പങ്ങൾ ഇതുവരെ 3 മാർപ്പാപ്പമാർ അവരുടെ കൈകളിൽ സ്വീകരിച്ചതിന്റെ സന്തോഷ നിറവിലാണ് തോമസ് ചേട്ടൻ. അത് എത്ര നാളുകളായി ഈ ശില്പങ്ങൾ കൊത്തിയാൻ തുടങ്ങിയിട്ട്? ചെറുപ്പം മുതൽ സ്കൂളിൽ പഠിക്കുന്ന കാലം മുതൽ ഓരോ കാണുമ്പം അതിൻ്റെ മോഡലുകൾ ഉണ്ടാക്കണമെന്നൊരു താല്പര്യം തോന്നി. അങ്ങനെ സ്കൂളിൽ പഠിക്കുന്ന കാലം മുതലേ ഇങ്ങനെ ഓരോ മോഡലുകൾ ഉണ്ടാക്കിക്കൊണ്ടിരുന്നു. ശരിക്കും തോമസ് ചേട്ടൻ്റെ ജോലി എന്തായിരുന്നു? എൻ്റെ ജോലി കൃഷിയായിരുന്നു. പ്രധാനം കൃഷിയായിരുന്നു. അപ്പോൾ കൃഷിക്കാരനായ അങ്ങ് എപ്പോഴാണ് ഈ രൂപങ്ങളൊക്കെ കൊത്തുവാനായിട്ടൊക്കെ സമയം കിട്ടിയിരുന്നത്? അതിനിങ്ങനെ പ്രത്യേക സമയങ്ങളൊന്നുമില്ല. നമ്മുടെ മനസ്സിലിങ്ങനെ ഒരാശയം തോന്നുമ്പം അതും കൊണ്ട് നടന്ന് അതെങ്ങനെയൊക്കെ ആയിരിക്കണം എന്നൊക്കെ ഇങ്ങനെ ദിവസങ്ങളോളം ചിന്തിച്ച് അങ്ങനെ തുടങ്ങുക. അതിന് സമയങ്ങളൊന്നുമില്ല, കിട്ടുന്ന സമയമൊക്കെ വിനിയോഗിക്കും. നല്ലൊരു കൃഷിക്കാരനായ തോമസ് ചേട്ടനെ പ്രായത്തിന്റെ പ്രയാസങ്ങൾ ആക്രമിക്കുമ്പോഴും തന്റെ ജീവിത പങ്കാളി ത്രേസ്യാമ്മയുടെയും മക്കളുടെയും പ്രാർത്ഥനയും സഹകരണവും തോമസ് ചേട്ടന്റെ മനസ്സിനും കരങ്ങൾക്കും ശക്തി പകരാൻ കൂടെയുണ്ട്. ഷെക്കേന ന്യൂസ്, കോട്ടയം. വത്തിക്കാൻ ക്രിക്കറ്റ് ടീമിന്റെ 11ാമത് ലൈറ്റ് ഓഫ് ഫെയ്ത്ത് ഇംഗ്ലണ്ട് പര്യടനം ജൂലൈ 1 മുതൽ 9 വരെ തീയതികളിൽ സൗഹൃദം, ഐക്യം, വിശ്വാസത്തിന്റെ മൂല്യങ്ങൾ എന്നിവ സ്പോർട്സിലൂടെ പ്രോത്സാഹിപ്പിക്കുന്നതെന്നതാണ് ഈ പര്യടനത്തിന്റെ ലക്ഷ്യം. വത്തിക്കാൻ സെന്റ് പീറ്റേഴ്സ് ക്രിക്കറ്റ് ടീമിന്റെ ഇംഗ്ലണ്ടിലേക്കുള്ള 11ാമത് ലൈറ്റ് ഓഫ് ഫെയ്ത്ത് പര്യടനം 2025 ജൂലൈ 1 മുതൽ 9 വരെ തീയതികളിൽ നടക്കും. സ്പോർട്സിലൂടെ സൗഹൃദം, ഐക്യം, വിശ്വാസത്തിന്റെ മൂല്യങ്ങൾ എന്നിവ പ്രോത്സാഹിപ്പിക്കുക എന്നതാണ് ഈ പര്യടനത്തിന്റെ ലക്ഷ്യം. വ്യത്യസ്ത വിഭാഗങ്ങളിലും സംസ്കാരങ്ങളിലുമുള്ള ആളുകളെ ഒരുമിപ്പിച്ചു കൊണ്ടുവരുന്ന എക്യുമെനിക്കൽ ആത്മാവിനെ ഊന്നിപ്പറയുക എന്നതും ഈ പര്യടനം ലക്ഷ്യം വെക്കുന്നു. സെന്റ് മേരീസ് യൂണിവേഴ്സിറ്റി, ഓതേഴ്സ് 11, ബ്രിട്ടീഷ് ആർമി ചാപ്ലെയിൻസ്, ചർച്ച് ഓഫ് ഇംഗ്ലണ്ട് 11 എന്നിവയുൾപ്പെടെ വിവിധ എതിരാളികളെ മത്സര പരമ്പരയിൽ ടീം നേരിടും.
ടീമിന്റെ മാനേജർ ഫാദർ എമോൺ ഒഹിഗിൻസെൽസിയും അസിസ്റ്റന്റ് മാനേജർ ഫാദർ മാത്യു ബെൻഡറും മുഖ്യ പരിശീലകൻ ഡോക്ടർ ഡെയിൻ കിർബിയും നയിക്കുന്ന ടീമിലെ 15 പ്ലേയേഴ്സും മലയാളികളാണ്. ഭാരതത്തിലെ വിവിധ രൂപതകളിൽ നിന്നും സന്യാസ സഭകളിൽ നിന്നുമുള്ള വൈദികരുടെയും സഹോദരങ്ങളുടെയും ഒരു സംഘമാണ് ഇംഗ്ലണ്ടിലേക്ക് പുറപ്പെട്ടത്. ഫാദർ നെൽസൺ പുത്തൻപറമ്പിൽ CMF, ഫാദർ ജോസ് എറ്റോലിൻ മാത്യു, ഫാദർ ജോസ് റിച്ചാർഡ് HC, ഫാദർ സാൻഡോ തോമസ് MCBS, ഫാദർ മാത്യു ജോസഫ് MSD, ഫാദർ അബിൻ ഇല്ലിക്കൽ ആൻഡ്രു OM, ഫാദർ വാവൻ തോമസ് OCD, ഫാദർ പൂൾസൺ കൊച്ചുതറ ആന്റണി, ഫാദർ അബിൻ മാത്യു OM, ബ്രദർ അബിൻ ജോസ് CSD, ബ്രദർ അജയ് ജോ ജെയിംസ് CSD, ബ്രദർ ജെയ്സ് ജെയ്മി CSD എന്നിവരാണ് ടീം അംഗങ്ങൾ. സൗഹൃദം, ഐക്യം, വിശ്വാസത്തിന്റെ മൂല്യങ്ങൾ എന്നിവ സ്പോർട്സിലൂടെ പ്രോത്സാഹിപ്പിക്കുക എന്നതാണ് ഈ പര്യടനത്തിന്റെ ലക്ഷ്യം. ക്രിക്കറ്റിംഗ് രാജ്യങ്ങളുമായുള്ള വത്തിക്കാന്റെ നയതന്ത്ര പ്രവർത്തനങ്ങളുടെ ഭാഗം കൂടിയാണ് മാർപ്പാപ്പയുടെ ടീമിന്റെ ഈ പര്യടനങ്ങൾ. ഇന്റർനാഷണൽ ഡെസ്ക്, ഷെക്കീന ന്യൂസ്. UK-യുടെ അസിസ്റ്റഡ് സൂയിസൈഡ് ബില്ലിനെതിരെ വൻ പ്രതിഷേധം. സർക്കാർ സബ്സിഡിയുള്ള ആത്മഹത്യയെ പിന്തുണച്ച ബ്രിട്ടീഷ് MP-മാരുടെ നടപടിയെ വിമർശിച്ച് US. അതേസമയം അസിസ്റ്റഡ് സൂയിസൈഡ് ബില്ലിനെ അനുകൂലിച്ച് വോട്ട് ചെയ്ത MP-ക്ക് വിശുദ്ധ കുർബാന നിരസിച്ച ഇടവക വൈദികൻ. UK-യുടെ ജനപ്രതിനിധി സഭയായ ഹൗസ് ഓഫ് കോമൺസിൽ നടന്ന വോട്ടെടുപ്പിൽ അസിസ്റ്റഡ് സൂയിസൈഡ് ബില്ലിനെ അനുകൂലിച്ച് വോട്ട് ചെയ്ത ലിബറൽ ഡെമോക്രാറ്റിക് MP ക്രിസ് ക്ലോഗിന് ഇടവക വൈദികൻ പരിശുദ്ധ കുർബാന നിരസിച്ചു. സെറയിലെ ഡോർക്കിംഗ്ലിനെയും ഹോർലിയെയും പ്രതിനിധീകരിക്കുന്ന ക്ലോഗൻ കത്തോലിക്ക സഭയുടെ പ്രബോധനങ്ങൾക്ക് വിരുദ്ധമായ നിലപാട് സ്വീകരിച്ച് മാരകപാപത്തിലായതിനാൽ പരിശുദ്ധ കുർബാന നൽകാൻ കഴിയില്ലെന്ന് വൈദികൻ ദിവ്യബലി മധ്യേ വ്യക്തമാക്കുകയായിരുന്നു. ഡോർക്കിംഗ്ലിലെ സെന്റ് ജോസഫ് കത്തോലിക്ക പള്ളിയിലെ വികാരിയായ ഫാദർ ഇയാൻ വെയിൻ വോട്ടെടുപ്പിന് മുമ്പ് തന്നെ കോഗ്ലിന് ഇതുമായി ബന്ധപ്പെട്ട് മുന്നറിയിപ്പ് നൽകിക്കൊണ്ട് കത്തെഴുതിയിരുന്നു. മാരകരോഗികൾക്ക് ഡോക്ടറിന്റെ സഹായത്തോടെ ആത്മഹത്യ ചെയ്യാൻ അനുമതി നൽകുന്ന നിയമത്തെ അനുകൂലിച്ച് അതേ എന്ന് വോട്ട് ചെയ്താൽ അത് പഠനത്തിന്റെ വ്യക്തമായ ലംഘനമായിരിക്കുമെന്നും കൊലപാതകത്തെ അനുകൂലിക്കുന്ന അത്തരമൊരു തീരുമാനം പാപത്തിൽ ശാഠ്യപൂർവ്വം തുടരുന്നതിന് തുല്യമായതിനാൽ അദ്ദേഹത്തിന് കുർബാന നൽകുന്നത് വിവാദത്തിന് കാരണമാകുമെന്നുമാണ് ഫാദർ വെയിൻ മുന്നറിയിപ്പ് നൽകിയത്. വോട്ടെടുപ്പിന് ശേഷമുള്ള ഞായറാഴ്ച വോട്ടെടുപ്പിൽ അവരുടെ ജനപ്രതിനിധി സ്വീകരിച്ച നിലപാട് മൂലം MP-ക്ക് കുർബാന നൽകാൻ സാധിക്കില്ലെന്ന് ഫാദർ വെയിൻ പരസ്യമായി പ്രഖ്യാപിക്കുകയായിരുന്നു. എന്നാൽ വൈദികന്റെ നടപടിയെ വിമർശിച്ച കോഗ്ലൈൻ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു നിയമനിർമ്മാതാവിന്റെ വോട്ടിനെ സ്വാധീനിക്കാനുള്ള ശ്രമമാണിതെന്ന നിലപാടാണ് സ്വീകരിച്ചത്. വൈദികനെതിരെ അരുണ്ടൽ ബ്രോട്ടീൻ ബിഷപ്പ് റിച്ചാർഡ് മോത്തിന് പരാതി നൽകുകയും ചെയ്തു. ബില്ലിനെ ശക്തമായി എതിർക്കുന്ന ബിഷപ്പ് മോത്ത് തന്റെ രൂപതയിലെ കത്തോലിക്കരോട് ബില്ലിനെ എതിർക്കാൻ ആവശ്യപ്പെട്ടുകൊണ്ട് അവരുടെ MP-മാർക്ക് കത്തെഴുതാൻ ആവശ്യപ്പെട്ടിരുന്നു. ദയാവധത്തിലേക്ക് ഒരുപടി കൂടി അടുക്കുന്ന ഈ നിയമത്തെ ബ്രിട്ടനിലെ കത്തോലിക്ക നേതാക്കൾ എതിർക്കുന്നത് തുടരുകയാണ്. ഹൗസ് ഓഫ് കോമൺസിൽ പാസ്സായ ബില്ലുകൾ ഹൗസ് ഓഫ് ലോർഡ്സ് തടയുന്ന പാരമ്പര്യമില്ല. എന്നിരുന്നാലും ബില്ല് നേരിയ ഭൂരിപക്ഷത്തിലാണ് പാസ്സായതെന്നതുകൊണ്ടും അത് ലേബർ പാർട്ടിയുടെ പ്രകടന പത്രികയുടെ ഭാഗമല്ലാത്തതുകൊണ്ടും ഹൗസ് ഓഫ് ലോർഡ്സിൽ മെഡിക്കൽ പ്രൊഫഷണലുകളുടെ ഗണ്യമായ സാധ്യതയുള്ളതുകൊണ്ടും ബിൽ നിയമപരമാക്കുന്നത് തടയപ്പെടാം എന്ന പ്രതീക്ഷയിലാണ് വിശ്വാസികളും പ്രോലൈഫ് ലോകവും. അതേസമയം മാരകരോഗബാധിതരെ സ്വയം മരിക്കാൻ സഹായിക്കുന്നതിന് ഡോക്ടർമാരെ അനുവദിക്കുന്ന ബില്ലിനെ അനുകൂലിച്ചുകൊണ്ട് സർക്കാർ സബ്സിഡിയിലുള്ള ആത്മഹത്യയെ പിന്തുണച്ച ബ്രിട്ടീഷ് MP-മാരുടെ നടപടിയെ വിമർശിച്ച് US-ഉം രംഗത്ത് വന്നിരുന്നു. മാരകരോഗബാധിതരായ മുതിർന്നവരെ ആത്മഹത്യ ചെയ്യുവാൻ സഹായിക്കുന്നതിന് ഡോക്ടർമാരെ അനുവദിക്കുന്ന ബില്ലിൽ ഹൗസ് ഓഫ് കോമൺസിൽ നടന്ന വോട്ടെടുപ്പ് ഇരു രാജ്യങ്ങളുടെയും പ്രഖ്യാപിത നയങ്ങളിൽ നിന്നുള്ള വ്യതിചലനമാണെന്ന് US സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ ബ്യൂറോ ഫോർ ഡെമോക്രസി, ഹ്യൂമൻ റൈറ്റ്സ് ആൻഡ് ലേബൽ വ്യക്തമാക്കി. UK പാർലമെന്റ് സ്റ്റേറ്റ് സബ്സിഡിയോടെ മാരകരോഗബാധിതരായ മുതിർന്നവരുടെ ആത്മഹത്യയ്ക്കുള്ള പിന്തുണ പരിഗണിക്കുമ്പോൾ ജീവന്റെ പവിത്രതയെ US വീണ്ടും ഉയർത്തിപ്പിടിക്കുന്നതായി എക്സ്പോസ്റ്റിൽ ചെയ്ത സന്ദേശത്തിൽ ഡിപ്പാർട്ട്മെന്റ് പറഞ്ഞു. US-ൽ ദയാവധം നിയമം മൂലം നിരോധിച്ചിട്ടുണ്ടെങ്കിലും കഴിഞ്ഞ 30 വർഷത്തിനിടയിൽ കാലിഫോർണിയ ഉൾപ്പെടെ 12 സംസ്ഥാനങ്ങളിൽ അസിസ്റ്റഡ് സൂയിസൈഡ് നിയമം പാസാക്കിയിട്ടുണ്ട്. 314 മുതൽ 291 വോട്ടുകൾക്കാണ് UK-യിലെ ഹൗസ് ഓഫ് കോമൺസിൽ എൻഡ് ഓഫ് ലൈഫ് ബിൽ പാസ്സായത്. സെപ്റ്റംബറിൽ ഹൗസ് ഓഫ് ലോർഡ്സ് ബില്ലിനുമേലുള്ള വോട്ടെടുപ്പ് നടത്തും. ഇന്റർനാഷണൽ ഡെസ്ക്, ഷെക്കീന ന്യൂസ്. ഉഷ്ണതരംഗത്തിന്റെ കാഠിന്യത്തെ അവഗണിച്ച് മെഡ്ജുഗോറിയയിലെ മരിയൻ കുന്നുകളിൽ തീർത്ഥാടന പ്രവാഹം. യൂറോപ്പിന്റെ ഭൂരിഭാഗത്തെയും ബാധിച്ച അത്യുഗ്രൻ ചൂടിന് പോലും വിശ്വാസികളുടെ വിശ്വാസ്യത ഒരുക്കാൻ പ്രാപ്തമല്ല എന്ന യാഥാർത്ഥ്യമാണ് മെഡ്ജുഗോറിയയിൽ പ്രതിഫലിച്ചുകൊണ്ടിരിക്കുന്നത്.
അസഹ്യവും മാരകവുമായ ഉഷ്ണതരംഗത്തെ അതിജീവിച്ച് മെഡ്ജുഗോറിയയിലെ മരിയൻ സവിധത്തിലേക്ക് ഒഴുകിയെത്തുന്ന വിശ്വാസികളുടെ പ്രവാഹം ശ്രദ്ധ നേടുന്നു. ബോസ്നിയയിലെ പ്രശസ്തമായ തീർത്ഥാടന കേന്ദ്രമായ മെഡ്ജുഗോറിയയിലെ അപ്പാരിഷൻ ഹിൽ കുന്നുകൾ കയറി പരിശുദ്ധ അമ്മയുടെ അനുഗ്രഹം തേടിയെത്തുന്ന തീർത്ഥാടകരെ കനത്ത ചൂട് പിന്തിരിപ്പിക്കുന്നില്ല എന്ന് മാത്രമല്ല, അവർ ധൈര്യസമേതം പ്രതികൂല കാലാവസ്ഥയോട് മല്ലിട്ട് മാതൃസന്നിധിയിൽ മുട്ടുമടക്കുന്ന വിശ്വാസ തീക്ഷ്ണതയുടെ നേർചിത്രമാണ് മെഡ്ജുഗോറിയയിൽ നിന്നും പുറത്തുവരുന്നത്. യൂറോപ്പിന്റെ ഭൂരിഭാഗത്തെയും ബാധിച്ച ഉഷ്ണതരംഗം ഈ പ്രദേശത്തെ താപനിലയെ 40 ഡിഗ്രി സെൽഷ്യസ് അഥവാ 104 ഡിഗ്രി ഫാരൻഹീറ്റിലേക്ക് എത്തിച്ചിരിക്കുന്ന സാഹചര്യത്തിലാണ് വിശ്വാസികളുടെ തീർത്ഥാടനമെന്നത് എടുത്തു പറയേണ്ടതാണ്. ജൂൺ 25-ന് മെഡ്ജുഗോറിയ മരിയൻ പ്രത്യക്ഷീകരണത്തിന്റെ 44ാമത് വാർഷികത്തോടനുബന്ധിച്ച് മെഡ്ജുഗോറിയയിലേക്കുള്ള വിശ്വാസികളുടെ എണ്ണത്തിൽ ഗണ്യമായ വർധനവാണ് ഉണ്ടായിരിക്കുന്നത്. മെഡ്ജുഗോറിയയിലേക്കുള്ള തീർത്ഥാടനങ്ങൾക്ക് യാതൊരു വിലക്കും ഇല്ലെന്നുള്ള വത്തിക്കാന്റെ നിഹിൽ ഒബ്സ്റ്റാറ്റ് നിലപാട് വ്യക്തമാക്കിയതും ഇവിടേക്ക് വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള വിശ്വാസികളുടെ ഒഴുക്ക് വർദ്ധിക്കാൻ ഇടയാക്കിയിരിക്കുകയാണ്. ഇന്റർനാഷണൽ ഡെസ്ക്, ഷെക്കേന ന്യൂസ്. സിറിയയിലെ ഡമാസ്കസിലെ മാർ ഏലിയസ് ദേവാലയത്തിൽ മനസ്സാക്ഷിയെ നടുക്കിയ ചാവേർ സ്ഫോടനത്തിന് ഒരാഴ്ചയ്ക്ക് ശേഷം നടന്ന ഞായറാഴ്ച ദിവ്യബലി വലിയ വിശ്വാസ സാക്ഷ്യമായി മാറി. ആക്രമണം ഉളവാക്കിയ ഭീതി അവഗണിച്ച് ദേവാലയത്തിലെത്തിയ വിശ്വാസികളുടെ പ്രാർത്ഥനാ സാക്ഷ്യം ശ്രദ്ധ നേടി. ഡമാസ്കസിലെ മാർ ഏലിയാസ് പള്ളിക്ക് നേരെയുണ്ടായ ക്രൂരമായ ചാവേർ ആക്രമണം നടന്ന് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ദേവാലയത്തിൽ ഞായറാഴ്ച ബലിയർപ്പണത്തിന് വിശ്വാസികൾ ഒരുമിച്ചുകൂടി. ആക്രമണം നടന്ന ദിവസം മുതൽ പള്ളിക്ക് കാവൽ നിൽക്കാൻ ആഭ്യന്തര മന്ത്രാലയം സുരക്ഷാ ഉദ്യോഗസ്ഥരെ വിന്യസിച്ചിട്ടുണ്ടെന്നും അവർ ദേവാലയ പരിസരത്ത് തുടരുന്നുണ്ടെന്നും അവർ ലേഡി ഓഫ് ഡമാസ്കസിന്റെ ഇടവക വികാരിയായ ഫാദർ ആന്റോണിയോസ് റാഫത്ത് അബു അൽ നസർ പറഞ്ഞു. ന്യൂ സിറിയക് ജില്ലയിലെ മെൽഗൈറ്റ് ഗ്രീക്ക് കത്തോലിക്കർക്കായുള്ള സെന്തരേസ് പള്ളിയുടെ തെരുവിൽ പ്രദേശം സുരക്ഷിതമാക്കാൻ 30-ലധികം സുരക്ഷാ ഉദ്യോഗസ്ഥരെ വിന്യസിച്ചതായി റിപ്പോർട്ടുണ്ട്. 22-ാം തീയതി സിറിയൻ തലസ്ഥാനമായ ഡമാസ്കസിൽ ഗ്രീക്ക് ഓർത്തഡോക്സ് ക്രൈസ്തവ ദേവാലയത്തിൽ ഇസ്ലാമിക് സ്റ്റേറ്റ് ഭീകരർ ചാവേർ ആക്രമണം നടത്തിയത്. കുറഞ്ഞത് 25 ക്രൈസ്തവർക്ക് ആക്രമണത്തിൽ ജീവൻ നഷ്ടമായിരുന്നു. 60-ലേറെ പേർക്ക് പരിക്കേറ്റിരുന്നു. ഷെക്കീന ന്യൂസ്. തീപിടുത്തത്തിന് ശേഷം നോട്രഡാം കത്തീഡ്രൽ ആദ്യത്തെ പൗരോഹിത്യ സ്വീകരണത്തിന് സാക്ഷ്യം വഹിച്ചു. 16 നവവൈദികർ പൗരോഹിത്യത്തിലേക്ക് അഭിഷേകം ചെയ്യപ്പെട്ടു. ഫ്രാൻസിലെ കത്തോലിക്ക സഭയിൽ ഈ വർഷം പൗരോഹിത്യം സ്വീകരിച്ചവരുടെ എണ്ണത്തിൽ ശ്രദ്ധേയമായ വർധനവ്. ൽ തീപിടുത്തത്തെ തുടർന്ന് 5 വർഷത്തോളമായി അടച്ചിട്ട പാരീസിലെ നോട്രഡാം കത്തീഡ്രൽ പുനർനിർമ്മാണത്തിന് ശേഷമുള്ള ആദ്യത്തെ പൗരോഹിത്യ സ്വീകരണത്തിന് സാക്ഷ്യം വഹിച്ചു. 2025 ജൂൺ 28-ന് വിശുദ്ധരായ പത്രോസ് പൗലോസ് ലീഹന്മാരുടെ തിരുനാളിന്റെ തലേദിനത്തിൽ പാരീസ് ആർച്ച് ബിഷപ്പ് ലോറന്റ് ഉൾറിച്ച് 16 നവവൈദികരെ പൗരോഹിത്യത്തിലേക്ക് അഭിഷേകം ചെയ്തു. 20 വർഷത്തിലേറെയായി പാരീസ് അതിരൂപതയിൽ പൗരോഹിത്യം സ്വീകരിക്കുന്ന ഏറ്റവും വലിയ സംഘത്തിന്റെ തിരുപ്പട്ട സ്വീകരണത്തിനാണ് കഴിഞ്ഞ ദിവസം നോട്രഡാം സാക്ഷിയായത്. ഈ അവർണ്ണനീയ നിമിഷങ്ങളിൽ പങ്കെടുക്കാൻ ഏകദേശം 5000 പേർ കത്തീഡ്രലിനുള്ളിൽ സന്നിഹിതരായിരുന്നു. അതേസമയം 3000 പേർ മുൻവശത്തു നിന്ന് വലിയ സ്ക്രീനുകളിൽ തിരുപ്പട്ട ശുശ്രൂഷകൾ വീക്ഷിച്ചു. 27-നും 42-നും ഇടയിൽ പ്രായമുള്ള 16 നവവൈദികർ, മുൻ ആർമി ഡോക്ടർ, IT സ്പെഷ്യലിസ്റ്റ്, സ്പോർട്സ് പരിശീലകൻ എന്നിവരുൾപ്പെടെ വിവിധ പ്രൊഫഷണൽ പശ്ചാത്തലങ്ങളിൽ നിന്നുള്ളവരാണ്. അവരിൽ 8 പേർ സന്യാസ സമൂഹങ്ങളിലെ അംഗങ്ങളാണ്. പകുതിയും ഇമ്മാനുവൽ കമ്മ്യൂണിറ്റിയിൽപ്പെട്ടവരാണ്. ഒരു ഫ്രഞ്ച് കത്തോലിക്ക സംഘടനയാണ് ഇമ്മാനുവൽ കമ്മ്യൂണിറ്റി. കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് ഈ വർഷം പൗരോഹിത്യം സ്വീകരിച്ചവരുടെ എണ്ണത്തിൽ ശ്രദ്ധേയമായ വർധനവുണ്ടായിട്ടുണ്ട്. ഫ്രാൻസിലെ കത്തോലിക്ക സഭയിൽ ഈസ്റ്ററിൽ 10,388-ലധികം മുതിർന്ന സ്നാനാർത്ഥികളെ മാമോദീസായിലൂടെ കത്തോലിക്കരായി സ്വാഗതം ചെയ്തിരുന്നു. ഇത് 2024-നെ അപേക്ഷിച്ച് 45% വർധനവാണ്. രാജ്യത്തുടനീളമുണ്ടായ വിശാലമായ ഒരു ആത്മീയ പുനരുജ്ജീവനത്തിന്റെ സാക്ഷ്യമാണ് ഇവയെല്ലാം. 2025-ൽ ഫ്രാൻസിലുടനീളം ആകെ 90 വൈദിക വിദ്യാർത്ഥികൾ പൗരോഹിത്യം സ്വീകരിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതിൽ 73 രൂപതാ വൈദികർ ഉൾപ്പെടുന്നു. സന്യാസ സമൂഹങ്ങളിൽ സെന്റ് മാർട്ടിൻ സമൂഹത്തിലാണ് ഏറ്റവും കൂടുതൽ പേർ പൗരോഹിത്യം സ്വീകരിക്കുന്നത്. നിലവിൽ 9 വൈദിക വിദ്യാർത്ഥികൾ വൈദിക പഠനത്തിൽ തുടരുന്നു. സജീവമായ ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലൂടെയും അചഞ്ചലമായ പ്രത്യാശയിലൂടെയുമുള്ള നവവൈദികരുടെ സാക്ഷ്യം അവരുടെ പൗരോഹിത്യ ജീവിതത്തിന്റെ യഥാർത്ഥ സമ്പത്താണെന്ന് ആർച്ച് ബിഷപ്പ് ഉൾറിച്ച് തന്റെ പ്രസംഗത്തിൽ ഊന്നിപ്പറഞ്ഞു. ഇന്റർനാഷണൽ ഡെസ്ക്, ഷെക്കീന ന്യൂസ്. ഷെക്കീന അമേരിക്കാസ് വീക്ക്ലി ന്യൂസ് റൗണ്ടപ്പ് ഇവിടെ പൂർണ്ണമാകുന്നു. കൂടുതൽ വാർത്തകളുമായി അടുത്ത ആഴ്ച വീണ്ടും കാണാം.